നമുക്കുള്ള വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് NCERT എക്സൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4.12 4.13 അത് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് തീരെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ, പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു സീരിയസ്നെസ്സും ക്വാളിറ്റിയും അറിയാം. അപ്പോൾ NCERT എക്സൈസ് നിർബന്ധമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ എയിം ഫുൾ മാർക്ക് ആണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? 4.12 ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം 4.13 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എക്സസൈസ് 4.11 ഒബ്റ്റെയിൻ ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ഇറ്റ് സർക്കുലർ ഓർബിറ്റ്. ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ എക്സ്പ്ലെയിൻ. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ഒരു ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ആണ് കണ്ടുപിടിക്കുക. തൊട്ട് മുമ്പത്തിൽ റേഡിയസ് ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, അതിൽ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദ സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ. അത് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രീക്വൻസി ഒരിക്കലും സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. ഫ്രീക്വൻസി ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? സ്പീഡിന് ഡിപ്പെൻഡ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിലബസിലില്ല, സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായി. സൈക്ലോട്രോൺ ഇപ്പോൾ സിലബസിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പീഡ് ഓർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പീഡാണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി ആണെന്ന് പറയുന്ന കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം ആ ഒരു ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 4.11 തന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4.11 തന്ന കാര്യങ്ങൾ ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യനിൽ. ആ മാഗ്നറ്റിക് ഫീൽഡ് തൊട്ട് മുമ്പത്തെ വീഡിയോ കാണുന്നത്, അത് കാണാം കേട്ടോ. 6.5 × 10⁻⁻⁴ ടെസ്ലയെന്നാണ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ്, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 1.6 × 10⁻⁹ കൂളോം അല്ലടാ. പിന്നെ ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10, കാരണം ഇലക്ട്രോണിൻ്റെ കേസാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചാർജ് എന്ന് ഒരു പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആയിരുന്നു. ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ അത് നിങ്ങൾ അറിയണം. ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജർ പാർട്ടിക്കിൾ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ എ യൂണിഫോം പെർപെൻഡിക്കുലർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? QB / 2π. ഞാൻ എപ്പോഴും പറയുന്നത് ടോപ്പിക് വൈസ് വീഡിയോ വേണ്ടത് നിർബന്ധമായിട്ടൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത വീഡിയോ കാണണേ. QB / 2πm ആണ്. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഇലക്ട്രോണിൻ്റെ ചാർജ്, അത് E ആയിട്ട് മാറും. ഈ വാല്യൂസ് ഒന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 6.5 ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഈ വാല്യൂ ഒന്നും തട്ടയാണ്. 6.5 × 10⁻⁴ കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി ന്യൂസ് ഈക്വൽ ടു Q എത്രയാണ്? 1.6 × 10⁻⁹ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ പറഞ്ഞത് എത്രയാണ്? 6.5 × 10⁻⁴ ആണ്. ഓക്കെ, അപ്പോൾ 6.5 × 10⁻⁴ അല്ലേ, 6.5 × 10⁻⁴ ഡിവൈഡ് ബൈ QB / 2πm. പൈൻ്റെ വാല്യൂ എത്രയാണ്? 3.14 അല്ലെങ്കിൽ 22/7 ഇൻറ്റു ഇലക്ട്രോണിൻ്റെ മാസ്സാണ് വരിക. ചാർജർ പാർട്ടിക്ക് ഇലക്ട്രോൺ ആണ് കേട്ടോ. 9.1 × 10⁻⁻31. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ. 18.2 ഇൻറ്റു ഇത് പവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ടൈം ഒന്ന് ലാഭിക്കാൻ വേണ്ടി കേട്ടോ. അന്നേരം കിട്ടിയ വാല്യൂ 10�6. ഒരു കാര്യം ചെയ്യാം, അപ്പോൾ 10�6 നമുക്ക് ഒഴിവാക്കി കേട്ടോ. 10�6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പവർ? മെഗ അല്ലേ. അപ്പം മെഗാ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഹെഡ്സ്. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 18.2 മെഗാ ഹെഡ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ ഫ്രീക്വൻസി സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ആ ഇക്വേഷൻ നോക്കിയാൽ മതി. QB / 2πm. അവിടെ എവിടെയാണ് വെലോസിറ്റി ഉള്ളത്? വെലോസിറ്റി ഇല്ല കേട്ടോ. ആ ഡെറിവേഷനിൽ വെലോസിറ്റി ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് ഫുള്ള് നിങ്ങൾ കാണാം കേട്ടോ. ഇതുവരെ കാണാത്ത മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ നിർബന്ധമായിട്ട് കണ്ട് ഒന്ന് സെറ്റാക്കി വെക്കണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 4.13 ആണ്. അതിൽ A പാർട്ടും B പാർട്ടും ഉണ്ട്. A പാർട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്? എ സർക്കുലർ കോയിൽ ഓഫ് 30 ടേൺസ് ആൻഡ് റേഡിയസ് 8 cm ക്യാരിങ് എ കറണ്ട് ഓഫ് 6 ആംപിയർ ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി ഇൻ എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 1 ടെസ്ല. ദ ഫീൽഡ് ലൈൻസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ നോർമൽ ടു ദ കോയിൽ. അപ്പോൾ തീരെ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണെന്ന്. ഓക്കെ, ഫീൽഡ് ലൈൻസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ നോർമൽ ടു ദ കോയിൽ അല്ലേ. ഓക്കെ, കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കൗണ്ടർ ടോർക്ക് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു പ്രിവെൻറ്റ് ദ കോയിൽ ഫ്രം ടേണിങ്. ഓക്കെ, അപ്പോൾ ഏതാ ടോപ്പിക് എന്ന് മനസ്സിലായോ? ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്റ്റാങ്കുലർ കറണ്ട് കോയിൽ പറയുന്നില്ല, വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക്. പിന്നെ ഡീറ്റെയിൽ ചെയ്തുതരാം. അതിൽ B പാർട്ട് എന്താണ്? വുഡ് യുവർ ആൻസർ ചേഞ്ച് ഇഫ് ദ സർക്കുലർ കോയിൽ ഇൻ എ, അതായത് A പാർട്ടിലെ ക്വസ്റ്റ്യൻ വെർ റീപ്ലേസ്ഡ് ബൈ എ പ്ലാനർ കോയിൽ ഓഫ് സം ഇറഗുലർ ഷേപ്പ് ദാറ്റ് എൻക്ലോസസ് ദ സെയിം ഏരിയ. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുന്നത്? ഓൾ അതർ പെർട്ടിക്കുലേഴ്സ് ആർ ഓൾസോ അൺആൾട്ടേർഡ്. നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. അപ്പോൾ A പാർട്ട് ചെയ്തതിന് ശേഷം B പാർട്ടിലേക്ക് വരാം. ഓക്കെ മക്കളെ, അപ്പോൾ
ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ് നമ്പർ ഓഫ് ടേൺസ് തന്നെ? 30. ഇക്വേഷനെ പറഞ്ഞുതരാം. ഒന്ന് ആദ്യം തന്ന കാര്യങ്ങൾ നേരിട്ടെ. കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ് കറണ്ടാണ് ഒഴുകുന്നത് ഈ കോയിലിൽ കൂടി? സർക്കുലർ കോയിലാണ്, 6 ആംപിയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, 1 ടെസ്ലയാണ്. ഓക്കെ, റെക്ടാങ്കുലർ കോയിൽ ഇവിടെ സർക്കുലർ കോയിലാണ് പറഞ്ഞത്, ആയിക്കോട്ടെ. തീറ്റേൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു, 60 ഡിഗ്രിയാണ്. ഫീൽഡ് ലൈൻസ് മേക്സ് നോർമൽ ടു ദ കോയിലാണ്, അതുകൊണ്ട് ഒരു മാറ്റമില്ല, 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു, അതിവിടെ എഴുതാം. റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആണ്. 8 സെൻറ്റിമീറ്റർ ഡയറക്റ്റ് ആയിട്ട് 8 × 10⁻² മീറ്റർ എന്ന് ഞാൻ എഴുതിയാണ്. ഓക്കെ, ഏരിയ നമുക്ക് വേണം. ഓക്കെ, ഏരിയ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം പറയാം. കാരണം ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? MB sin തീറ്റയാണ്. അല്ലെങ്കിലോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ അത് പറയുന്നുണ്ട്, NIAB അല്ലെങ്കിൽ നെബി എന്നൊക്കെ നമ്മൾ എളുപ്പത്തിന് വിളിക്കുന്ന ആ ഒരു ഇക്വേഷൻ കേട്ടോ. NIAB sin തീറ്റ ഓർ MB sin തീറ്റയാണ്. ഓക്കെ, അവിടെ N തന്നിട്ടുണ്ടടാ. ഓക്കെ, B തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, തീറ്റ തന്നു. പക്ഷേ A ഇല്ല. ആ A കണ്ടുപിടിക്കാനാണ് റേഡിയസ് തന്നെ. അപ്പോൾ πr² അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? πr² കണ്ടുപിടിക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഡയറക്റ്റായിട്ട് കൊടുക്കാം. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 30 ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താ? πr². പൈൻ്റെ വാല്യൂ എത്രയാണ്? 3.14 അല്ലെങ്കിൽ 22/7 ഇൻറ്റു ഓക്കെ ആർ എത്രയാണ്? 8. ഈ ഒരു വാല്യൂസ് ഒന്ന് 36 ഒന്ന് ഓർമ്മിക്കട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ചെയ്യാം, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ടോ ഇസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 30 ആയിരുന്നു, അല്ല എന്നിൻ്റെ വാല്യൂ 30 ആണ്. എന്നിൻ്റെ വാല്യൂ 30 ആണ്. πr². അപ്പോൾ πr² എന്ന് പറയുമ്പോൾ 3.14 അല്ലെങ്കിൽ 22/7 ഇൻറ്റു ആർ എത്രയാണ്? ഇതാ ഇവിടെ 6 ഉണ്ട്. 8 ഡൗട്ട് നമുക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി. 8 × 10⁻² ഹോൾ സ്ക്വയർ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് 1 ആണ്. കറണ്ടിൻ്റെ വാല്യൂ 6 ആണ്. ദെൻ sin 60 ആണ് വരിക. sin 60 ആണ്. sin 60ൻ്റെ വാല്യൂ ഡയറക്റ്റിനെ കൊടുക്കുകയാണ്. എത്രയാണ് വരിക? √3/2. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ലാസ്റ്റൊക്കെ പറഞ്ഞ പോലെ നിങ്ങളിതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും. ഓക്കെ, 30 × 22/7 ഇൻറ്റു 8 × 10⁻² ഹോൾ സ്ക്വയർ ഇൻറ്റു 6 × √3/2. ഇത് 6 കട്ട് ചെയ്താൽ ഇവിടെ ഒരു 3 ഉണ്ടാകും. ഈ 3യും 30യും മൾട്ടിപ്ലൈ ചെയ്താൽ 90 ഉണ്ടാകും. 90 × √3. ഓക്കെ, ഒന്ന് സിമ്പിളായി ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, കറക്റ്റ് പോവില്ല, ഒരു ഷുവർലി ഡെസിമലാണ് ആയിരിക്കും ആൻസർ വരിക. ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് സോൾവ് ചെയ്തിട്ട് ഒന്ന് മൾട്ടിപ്ലൈ മക്കളെ ഒന്ന് ചെയ്യണം. ഓക്കെ, അത് ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ആൻസർ പറയും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതാണ് എ പാർട്ട് ഉണ്ടായത്. ഇപ്പോൾ റെക്ടാങ്കുലർ കോയിൽ വെക്കുന്ന ഒരു പകരം സർക്കുലർ കോയിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഉണ്ടാകുന്ന കൗണ്ടർ ടോർക്കിൻ്റെ ഇക്വേഷനാണ് ഏത്? ടോ ഇസ് ഈക്വൽ ടു NIAB ഈ sin തീറ്റ, ഈ ഇക്വേഷൻ കേട്ടോ. ഓക്കെ, അതിൻ്റെ ബി പാർട്ട് എന്താ പറയുന്നത്? ഈ ഒരു സർക്കുലർ കോയിലിന് പകരം അവിടെ റെക്ടാങ്കുലർ കോയിൽ ഓഫ് സെയിം ഏരിയ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സെയിം ഏരിയ വെച്ച് കഴിഞ്ഞാൽ ഈ ടോർക്കിൽ വേരിയേഷൻ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ടോർക്ക് ചേഞ്ച് ആകുമോ? ഇല്ല. കാരണം എന്താ? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇപ്പോൾ നമ്മൾ എഴുതിയില്ലേ, NIAB അല്ലെങ്കിൽ NABI sin തീറ്റ. ബാക്കി എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അൺആൾട്ടേർഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ N മാറിയിട്ടില്ല, B മാറിയില്ല, I മാറിയില്ല, തീറ്റ മാറിയില്ല. എന്താ മാറ്റിയത്? സർക്കിളിന് പകരം എന്താക്കിയിട്ടുണ്ട്? ഒരു റെക്ടാങ്കുലർ കോയിൽ വെച്ചു. പക്ഷേ രണ്ടാൾക്കും ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏരിയ സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ഏരിയ മാറ്റമാണ്, നോർമൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഏരിയനെ കുറിച്ച് മിണ്ടിയിട്ടില്ലെങ്കിൽ ഷുവർലി ടോർക്ക് മാറും. കാരണം ഏരിയ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? സർക്കുലർ കോയിലിന് പകരം ഒരു പ്ലാനാർ കോയിലാണ് വെക്കുന്നത്. പക്ഷേ ഏരിയ സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ടോർക്ക് മാറാത്ത. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കും. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതിന് നിങ്ങൾ എത്രത്തോളം ചെയ്യുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപഠിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ടോർക്ക് മാറൂല. കാരണം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ്? ഏരിയ സെയിം ആയതുകൊണ്ടാണ്. അതർവൈസ് ഏരിയ സെയിം അല്ലെങ്കിൽ എന്തായാലും ടോർക്ക് മാറും കേട്ടോ, സർക്കുലർ കോയിലിന് പകരം പ്ലാനാർ കോയിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൻ്റെ എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മാഗ്നറ്റിസം അതിൻ്റെ മാറ്ററാണ്. ഓക്കെ, ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾക്ക് ചെയ്തു തരാം. ഒരുമിച്ച് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ടൈം കിട്ടുന്നതനുസരിച്ച് ചെയ്തു തരാം കേട്ടോ. നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അത് ഫോളോ അപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ഷുവർലി അതിൻ്റെ അഡ്വാൻറ്റേജ് ഇക്കൊല്ലം മുതലുണ്ടാവും. സോ നെക്സ്റ്റ് സെഷനിൽ അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.